Hello all, welcome back to Exam by Learning other video. So, ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് NSMC പ്രിപ്പറേഷന്റെ 10 മെന്റൽ എബിലിറ്റി ട്രിക്ക് ആണ്. സോ NSMC പ്രിപ്പറേഷൻ പോകുന്നതിന് മുന്നേ NSMC എന്താണ്? നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. എക്സാം ബൈ ലേണിംഗും ദ ഹിന്ദു സ്കൂളും കൂടെ ചേർന്ന് നടത്തുന്ന എക്സാം ആണ്, സ്കോളർഷിപ്പ് എക്സാം ആണ്. സോ നിങ്ങൾ അതൊക്കെ രജിസ്റ്റർ ആക്കിയിട്ട് അതിന് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മെന്റൽ എബിലിറ്റി ട്രിക്സ് ആണ് 10 എണ്ണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോവുകയാണെങ്കിലും അവിടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാകും. സോ നിങ്ങൾ ഇതുപോലത്തെ ട്രിക്സ് ഒക്കെ കുറച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെറിയ ടൈമിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപാട് ട്രിക്സിലല്ല നമ്മൾ റിലേ ചെയ്യേണ്ടത്. നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ട്രിക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിന്? ചെറിയ ടൈമിനകത്ത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ട്രിക്കിലോട്ട് പോകാം. സോ ട്രിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. സോ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് ഇതിന്റെ ട്രിക്കിന്റെ റെലവൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. റെഡി ആണല്ലോ? സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് കാറ്റ് ഈസ് കോഡഡ് ആസ് 3120, വാട്ട് ഈസ് ദ കോഡ് ഫോർ ഡോഗ്? അപ്പോൾ കാറ്റിനെ 3120 എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോഗിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. സോ കോഡിംഗ് ഡീകോഡിംഗ് എന്ന സെഷനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മെന്റൽ എബിലിറ്റിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ആൻസർ കിട്ടുന്നുണ്ടാകും. 3 ആക്ച്വലി എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് സി എന്ന് പറയുന്നത് 3rd ലെറ്റർ ആണ്. റെഡി ആണല്ലോ? ആൻഡ് എ എന്ന് പറഞ്ഞത് എന്താണ്? 1st ലെറ്റർ ആണ്. ആൻഡ് ടി എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 20th ലെറ്റർ ആണ് എന്ത്? ടി വരുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് ഡോഗിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഡി ഉണ്ട്, ഒ ഉണ്ട്, ജി ഉണ്ട്. അപ്പോ ഡി എന്ത് ലെറ്റർ ആണ്? എ ബി സി ഡി 4th ലെറ്റർ ആണല്ലോ. ആൻഡ് ഒ എന്താണ്? ആക്ച്വലി ഇജോത്തി. ഓക്കെ, ഒ ആക്ച്വലി ഇജോത്തി എന്ന് പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ജി എന്താണ്? ഇ കഴിഞ്ഞിട്ട് 2nd ലെറ്റർ ആണ്, വിച്ച് മീൻസ് എ ബി സി ഡി ഇ 5 ആണ്. ആൻഡ് എഫ് ജി, എഫ് എന്താണ്? 6 ആണ്, ജി 7 ആണ്. ഓന്റെ കാര്യം നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി മെൻഷൻ ആക്കി ഈ ജ്യോതി, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഈ ജ്യോതി എന്ന് പറഞ്ഞ ട്രിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന് 5 ആണ്, ജെക്ക് 10 ആണ്, ഓക്ക് 15 ആണ്, ടിക്ക് 20 ആണ്, വൈന് 25 ആണ്. നിങ്ങൾ ഈ വേർഡ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 5, 10, 15, 20, 25 ഈസി ആയിട്ട് കിട്ടും. സോ അതാണ് ഈ കോഡിങ് ഡീകോഡിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏത് ആൽഫബറ്റ് കിട്ടിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് ഈ ഓൾറെഡി മനസ്സിലായി. അപ്പൊ ഈന്റെ തൊട്ടു ബാക്കിലാണ് ആരുള്ളത്? ഡി. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 കണ്ടുപിടിക്കാം. സോ ഈ 5 ആണെങ്കിൽ ഡി ഒബിയസ്ലി 4 ആയിരിക്കും. ഇനി ജീന്റെ കാര്യം കഴിഞ്ഞാൽ ഇ കഴിഞ്ഞിട്ട് 2nd ലെറ്റർ ആണ്. അപ്പൊ ഈ 5 ആണെങ്കിൽ എഫ് ജി, അപ്പൊ 5നകത്തോട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ജി സമം കിട്ടും. ഇനി സിമിലർലി ഇജോത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇജോത്തിയിലെ ഈ 5 ആണ്, ജെ 10 ആണ്, ഓ എന്താണ്? 15 ആണ്. നിങ്ങൾ അത് ഇവിടെ എഴുതി വെക്കുക. സോ കാറ്റ് 3120 കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് എങ്ങനെ കോഡ് ചെയ്യാം? 4, 5, 7. സോ 4, 15, 7. റെഡി ആണല്ലോ? സോ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോ ലെറ്ററും കറസ്പോണ്ടിങ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഓരോ ലെറ്ററിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം തുടങ്ങുന്നതിന്റെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ അല്ല, എക്സാം പേപ്പർ നിങ്ങൾക്ക് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഷീറ്റിന്റെ അകത്ത് എന്ത് ചെയ്യുക? എ ബി സി ഡി ഇങ്ങനെ എഴുതി വെക്കുക. ഇ എഫ് ജി അങ്ങനെ ഇസഡ് വരെ എഴുതിയിട്ട് ഓരോ ലെറ്ററും കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്, 2 ആണ്, 3 ആണ് ഇങ്ങനെ എഴുതി വെക്കാം. ഇങ്ങനെ വേണം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാം. പക്ഷേ അങ്ങനെ എഴുതുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ? ആൻഡ് നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ലെറ്റേഴ്സ് ഇ കിട്ടിക്കഴിഞ്ഞാൽ നിയർ ബൈ ലെറ്റർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി ജെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ജെ. അപ്പൊ ജെ 10 ആണെങ്കിൽ ഐ എന്തായിരിക്കും? 9 ആയിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. സോ ഇതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ട്രിക്ക്. അങ്ങനെയാണെങ്കിൽ 2nd ട്രിക്കിലോട്ട് പോവാണ്. ബാക്ക്വേർഡ് ആൽഫബറ്റ് പൊസിഷൻ. സോ നിങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി കാറ്റ് കാണിച്ചു തന്നു. കാറ്റ് എങ്ങനെ കാണിച്ചു തന്നു? 3120 എന്ന് കാണിച്ചു തന്നു. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യനകത്ത് ഇത് കാറ്റിനകത്ത് 3 എന്താണ്? ഫോർവേഡ് പൊസിഷൻ ആണ് അല്ലെ? സി എന്ന ലെറ്ററിന്റെ ഫോർവേഡ് പൊസിഷൻ ആണ് എന്ത്? 3. റെഡി ആണല്ലോ? അപ്പൊ എ ബി സി 3rd ലെറ്റർ ആണ് എന്ത്? സി വരുന്നത്. ഇൻ കേസ് ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സിൽ ചോദിക്കാം. അപ്പൊ സീന് 3ക്ക് പകരം അവരെന്ത് വരും? 24 വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സിക്ക് അവർ 24 വരും.
ഈ 24 എന്ത് മീൻ ചെയ്യുന്നത്? ഒന്നുമില്ല, നിങ്ങൾ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്യുക, Z1 ആക്കി എടുക്കുക, എന്നിട്ട് ബാക്കോട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് സി എന്താണ്? 24th ലെറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോർവേഡ് പോർഷൻ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബാക്ക്വേർഡ് പോർഷൻ, ഓരോ ലെറ്ററിന് ബാക്ക്വേർഡ് പോർഷനും കൂടെ ബൈഹാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 26 ലെറ്റേഴ്സിന്റെയും ബാക്ക്വേർഡ് പോർഷനും ഫോർവേഡ് പോർഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈഹാർട്ട് ചെയ്യുന്ന പറഞ്ഞ് പാടാണ്. അപ്പൊ അതിനുള്ള ട്രിക്കാണ്. നിങ്ങളുടെ ബാക്ക്വേർഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 27 മൈനസ് ഫോർവേഡ് പോർഷൻ ആണ്. ഉദാഹരണം ലെറ്റർ എ ഞാൻ എടുത്തിട്ടുണ്ട്. ഫോർവേഡ് പോർഷൻ എന്താണ്? ഒബിയസ്ലി ഫസ്റ്റ് ലെറ്റർ ആണെന്ത്? ഫസ്റ്റ് ലെറ്റർ ആണെന്ത്? എ. ഇനി ഈ എ തന്നെ ഇത് ഫോർവേഡ് ആണ്. ബാക്ക്വേർഡ് എന്ന് കൗണ്ട് ചെയ്താൽ ഒബിയസ്ലി എന്തായിരിക്കും? ഇംഗ്ലീഷിനകത്ത് 26 ലെറ്റേഴ്സ് ഉള്ളത്. സോ ബാക്ക്വേർഡ് കൗണ്ട് ചെയ്താൽ എ എന്താണ്? 26 ലെറ്റർ ആണ്. ഇനി നിങ്ങൾ ഈ ഫോർവേഡും ബാക്ക്വേർഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 27 ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ 27 നിന്ന് മറ്റേ പൊസിഷൻ മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫോർവേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 27 ബാക്ക്വേർഡ് മൈനസ് ചെയ്യുക. അതല്ലേ ബാക്ക്വേർഡ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 27 നിന്ന് ഫോർവേഡ് മൈനസ് ചെയ്യുക. റെഡി ആണല്ലോ? അപ്പൊ സീന്റെ കാര്യത്തിൽ സി ഫോർവേഡിൽ എന്താ? നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? 27 മൈനസ് 3, അതാണ് 24. സോ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സീന്റെ ബാക്ക്വേർഡ് പോർഷൻ, അതല്ലെങ്കിൽ ഓരോ ലെറ്ററിന്റെയും ബാക്ക്വേർഡ് പോർഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേരെ ചോദിക്കുന്നതിന് പകരം റിവേഴ്സിൽ ചോദിക്കാം. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ട്രിക്ക് ഉപയോഗിക്കാം. 27 മൈനസ് നിങ്ങൾക്ക് ഏത് പോർഷൻ ആണ് വേണ്ടത്? ബാക്ക്വേർഡ് ആണ് വേണ്ടെങ്കിൽ ഫോർവേഡ് കുറയ്ക്കുക, ആൻഡ് ഫോർവേഡ് വേണ്ടെങ്കിൽ ബാക്ക്വേർഡ് മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണിക്കാം. ഇത് ഞാൻ വെറുതെ ഡെമോ ക്വസ്റ്റ്യൻ കാണിച്ചാണ്. വാട്ട് ഈസ് ദ ബാക്ക്വേർഡ് പോർഷൻ ഓഫ് ലെറ്റർ ജി? അപ്പൊ ലെറ്റർ ജിന്റെ ബാക്ക്വേർഡ് പോർഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഫോർവേഡ് പോർഷൻ എന്താ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ABCDE എന്താണ്? 5 ആണെന്ന് നമുക്കറിയാം. ആൻഡ് FG 2 ലെറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. വിച്ച് മീൻസ് ഫോർവേഡ് പോർഷനിൽ ഇതിനകത്ത് 7 വരും. അങ്ങനെയാണെങ്കിൽ ബാക്ക്വേർഡ് പോർഷൻ എന്തായിരിക്കും? ബാക്ക്വേർഡ് പോർഷൻ കേട്ടോ ഒന്നുമില്ല, 27 മൈനസ് 7 ചെയ്യുക. സോറി ഗൈസ്, 27 മൈനസ് 7 ചെയ്യുന്നു. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്നു 20. സോ ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്താൽ Z1 ആക്കി ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജി എന്തായിരിക്കും കിട്ടുന്നത്? 20 ആയിരിക്കും. 20th ലെറ്റർ ആയിരിക്കും. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിക്കും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റിനകത്ത് കോഡിങ് ഡീകോഡിങ് എന്ന സെഷനകത്ത് മേ ബി ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അന്നേരം നിങ്ങൾക്ക് എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്ത് ജീന്റെ എന്താ ഇങ്ങനെ ബാക്കോട്ട് കൗണ്ട് ചെയ്തൊക്കെ പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് അതിനുള്ള ട്രിക്കാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് എന്തായാലും ഒബ്വിയസ്ലി പോസിബിൾ അല്ല. എക്സാമിനകത്ത് നമുക്ക് വളരെ മിനിമൽ ടൈമിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനകത്താണ് കാര്യം. കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, മത്സര പരീക്ഷയാണ്, ക്വാളിഫിക്കേഷൻ എക്സാം അല്ല. സോ ആരാണ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് അയാളായിരിക്കും മുന്നിൽ വരുന്നത്. അപ്പൊ ഇതുപോലത്തെ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. സോ ഇനി നമ്പർ സീരീസ്, മെന്റൽ എബിലിറ്റിയുടെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ സീരീസ്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, എന്നിട്ട് അതിന്റെ ട്രിക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് അതുപോലെ തന്നെ. സോ ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം 2, 10, 4, 12, 6, 14, 8. അടുത്ത നമ്പർ എന്താണെന്ന് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത്. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആദ്യം 2, then 10, വിച്ച് മീൻസ് ഒന്ന് കൂടി, then 4 കുറഞ്ഞു, 12 വീണ്ടും കൂടി, വിച്ച് മീൻസ് ഇതെങ്ങനെ പോകുന്നു നമ്പേഴ്സ് അല്ലേ? ഇങ്ങനെ കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു, കൂടി കുറഞ്ഞു. ദിസ് ടൈപ്പ് ഓഫ് സീരീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുക കുറയാ ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആക്ച്വലി നിങ്ങൾക്ക് ആ സീരീസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സീരീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആൾക്കാരും മനുഷ്യന്മാരാണല്ലോ. സോ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ആ ട്രിക്ക് ഇത്രേ ഉള്ളൂ. അവർ 2 സീക്വൻസിന് എന്ത് ചെയ്യും? മെർജ് ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്ന് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ആക്ച്വലി ഈ 2, 4, 2, 6, 8 അതെന്താണ് ഇങ്ങനെ വരും. 2, 4, 6, 8. ആൻഡ് അടുത്ത ഇൻ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് എന്താ? 10, 12, 14. ഒബിയസ്ലി അടുത്ത നമ്പർ എന്തായിരിക്കും? 16. മനസ്സിലായല്ലോ? സോ 2 സീരീസ് ആക്കിയിരിക്കുന്നത് പ്ലസ് അങ്ങനെ കൂടാ കുറയാ അങ്ങനത്തെ സീരീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ചെക്ക് ചെയ്യുക. ആൻഡ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്നേ ഉള്ളൂ. റെഡി ആണല്ലോ? സോ അതായിരുന്നു നിങ്ങൾക്കുള്ള ട്രിക്ക് 3. ആൻഡ് നമ്പർ സീരീസിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ അത് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, A is the brother of B, B is the mother of C, how is A related to C? ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്.
ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തീരെ ഇഷ്ടമല്ല. കാരണം എന്താ, ഭയങ്കര കൺഫ്യൂസിംഗ് മീൻസ് മെന്റലി ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതിന്റെ ബുദ്ധിമുട്ടാണ്. ഇനി പേപ്പറിനകത്ത് ചെയ്യാന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ട്രിക്ക് ഇത്രയേ ഉള്ളൂ, യൂസ് യുവർ ഓൺ ഫാമിലി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയിലോട്ട് എന്ത് ചെയ്യുക, അത് മാച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. എ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ എ നിങ്ങൾ എന്ത് ചെയ്യുക, എനെ നേരെ അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കാം, ഞാൻ എൻ്റെ പേര് കൊടുക്കാം, മനു. ഞാൻ അവിടെ മൻഹൽ ഇടാം. ഓക്കെ, എക്ക് ഞാൻ മൻഹൽ എന്ന് കൊടുത്തു. ഇനി ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പൊ എന്താണ്, ബിന്റെ ബ്രദർ ആണ് എ, വിച്ച് മീൻസ് എന്റെ ബ്രദറിന്റെ പേര് കൊടുത്താൽ മതി. റെഡി ആണല്ലോ. സോ ബി എന്തായി, എന്റെ ബ്രദറിന്റെ പകരം മാസിൻ എന്നാണ്. റെഡി ആണല്ലോ. സോ നിങ്ങൾ നോക്കാം, എ ഈസ് ബ്രദർ ഓഫ് ബി, മൻഹൽ ഈസ് ബ്രദർ ഓഫ് മാസിൻ. റെഡി ആണല്ലോ. ഞാൻ എന്ത് ചെയ്തു, എക്ക് മൻഹൽ കൊടുത്തു, ബിക്ക് മാസിൻ കൊടുത്തു. ശ്രദ്ധിക്കണേ. ഇനി ബി ഈസ് ദ മദർ ഓഫ് സി. ബി എന്താണ്, സിന്റെ മദർ ആണ്. ഇത്തവണ നിങ്ങൾക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ ബാക്കിയോടെ വായിച്ച മനസ്സിലായി. ബി എന്താണ്, ലേഡി ആണ്. ബി മദർ ആവണമെങ്കിൽ ബി ലേഡി ആവണ്ടേ. ഇവന് മദർ ആവാൻ പറ്റുമോ? ഇവന് ഫാദർ അല്ലേ ആവുള്ളൂ. മാസിൻ ഇവൻ മെയിൽ അല്ലേ, ഇവന് മദർ ആവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വിച്ച് മീൻസ് ഞാൻ ഈ മാസിനെ അങ്ങോട്ട് വെട്ടി. ഓക്കെ, എന്റെ ബ്രദറിനെ വെട്ടി. എന്നിട്ട് എന്റെ സിസ്റ്ററിന്റെ പേര് ഞാൻ കൊടുത്തു, നൂർ. ഓക്കെ, റെഡി ആണല്ലോ. ഞാൻ എന്റെ സിസ്റ്ററിന്റെ പേര് കൊടുത്തു. സോ വീണ്ടും വായിച്ചു നോക്കാം. എ ഈസ് ബ്രദർ ഓഫ് ബി, മൻഹൽ ഈസ് ബ്രദർ ഓഫ് നൂർ. റെഡി ആണല്ലോ. മൻഹൽ എന്താണ്, നൂറിന് ബ്രദർ ആണ്, കുഴപ്പമില്ല. ഇനി അടുത്തതാ, ബി ഈസ് ദ മദർ ഓഫ് സി. നൂർ എന്ന് പറഞ്ഞത് സിന്റെ മദർ. അപ്പൊ സി എന്ത് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. സി ആരായിരിക്കും, നൂറിന്റെ മേ ബി നൂറിന്റെ സണ്ണാവാം അല്ലെങ്കിൽ ഡോട്ടർ ആവാം. സോ നൂറിന്റെ സണ്ണും ഡോട്ടറും ഒന്നും ഇല്ല, നൂറ് ചെറുതാണ്. ആക്ച്വലി നൂറ് 8th ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. എങ്കിൽ പോലും നൂറിന് ഒരു സൺ ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്. ആൾക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാം, അമ്മു എന്നാ അപ്പു എന്ന് കൊടുക്കാം, അപ്പു എന്ന് കൊടുക്കാം. ബോയ് ഓർ ഗേൾ ആകാം. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇനി ക്വസ്റ്റ്യനകത്ത് ബാക്കി വെച്ചു, ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി, വിച്ച് മീൻസ് ഞാൻ ഈ അപ്പുവിനോട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഈസി ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക. ഓരോരുത്തരെയും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനെ ഞാൻ എൻ്റെ പേര് കൊടുത്തു, ബീനെ ഞാൻ ബ്രദറാന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചപ്പോൾ മനസ്സിലായി ബി എന്താണ്, ആക്ച്വലി ഫീമെയിൽ ആണ്. അപ്പൊ അത് റെഡിയാക്കി കൊടുത്തു. ആൻഡ് സീന് ഞാൻ കൊടുത്തു. ഇനി മൻഹലുണ്ട്, അപ്പു ഉണ്ട്, വിച്ച് മീൻസ് നൂറിന്റെ സണ്ണാണ് ആര്, അപ്പു. അത് എനിക്ക് എങ്ങനെ അവന് ഹൗ ഏസ് ഞാൻ എങ്ങനെ അവനക്ക് റിലേറ്റഡ്? ഒബ്വിയസ്ലി ഞാൻ ആരാ, അങ്കിൾ അല്ലേ. ഞാൻ ആരാണ്, അവന്റെ അങ്കിൾ ആണ്, വിച്ച് മീൻസ് മറ്റേണൽ അങ്കിൾ ആണ് ആൻസർ. സോ മറ്റേണൽ അങ്കിൾ ആണ് അല്ലേ. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ മേ ബി കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കാം. വൺസ് നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. കാരണം എന്താ, നിങ്ങളുടെ ബ്രെയിനിന് ഓൾറെഡി ഈ റിലേഷൻസ് അറിയാം. മൻഹൽ നിങ്ങളുടെ സിസ്റ്റർ ആരാ, നിങ്ങളുടെ ബ്രദർ ആരാ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈസിലി ഈ ക്വസ്റ്റ്യൻ ചെയ്യും. അതല്ലാണ്ട് നിങ്ങൾ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ഒബ്വിയസ്ലി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതെന്താണ്, കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആണ്. സോ അതായിരുന്നു ഈ ക്വസ്റ്റ്യൻ ട്രിക്ക്. ഇങ്ങനത്തെ ഫാമിലി ടൈപ്പ് ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ ആണല്ലോ. സോ അതവിടെ കാണിച്ചു തന്നത്, റീപ്ലേസ് എവറി പേഴ്സൺ ഇൻ ദ പസിൽ വിത്ത് സംവൺ ഫ്രം യുവർ ഓൺ ഫാമിലി. യുവർ ബ്രെയിൻ ഓൾറെഡി നോസ് ദോസ് റിലേഷൻസ് ഇൻസ്റ്റന്റ്ലി. അത്രേ ഉള്ളൂ. സോ അതായിരുന്നു ട്രിക്ക് 4. ഇനി എന്ത് ചെയ്യാം, അടുത്ത ട്രിക്കിലോട്ട് പോകാം. അടുത്തത് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്ഷൻ സെൻസ് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. സോ ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം എന്നിട്ട് എങ്ങനെയാണ് ട്രിക്ക് എന്ന് പറയാം. രാഹുൽ വാക്സ് 5 മീറ്റർ നോർത്തിലോട്ട് 5 മീറ്റർ പോയി, ദെൻ ടേൺസ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു, വാക്സ് 4 മീറ്റർ, എന്നിട്ട് എന്ത് ചെയ്തു, 4 മീറ്റർ വാക്ക് ചെയ്തു. ആൻഡ് ടേൺസ് റൈറ്റ്, വാക്സ് 3 മീറ്റർ, വീണ്ടും റൈറ്റ് ടേൺ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, 3 മീറ്റർ നടന്നു. ഇൻ വിച്ച് ഡിറക്ഷൻ രാഹുൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പൊ രാഹുൽ ഏത് ഡയറക്ഷനാണ്? സോ നിങ്ങൾക്ക് ഡയറക്ഷൻ സെൻസിനകത്ത് നിങ്ങൾക്ക് ഒരു ഈസി ട്രിക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് അറിയാമെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ ഇന്ത്യയുടെ മാപ്പ് റഫായിട്ടൊന്ന് വരയ്ക്കാം. മേ ബി നിങ്ങൾക്ക് മാപ്പായിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും ഇത് ഇന്ത്യയുടെ മാപ്പാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിചാരിക്കേണ്ട. ഇത് ഇന്ത്യയുടെ മാപ്പ് അല്ല, ആരും കണ്ടാൽ നീ ചീത്ത പറയുന്നേ. അമ്മേ, ഓഹോ, ഞാൻ ഒരു തവണയും കൂടെ ട്രൈ ചെയ്യാം ഇന്ത്യയുടെ മാപ്പ് ഒന്ന് വരയ്ക്കാൻ. ബേസിക്കലി ഡ്രോയിങ്ങിനകത്ത് ഞാൻ വളരെയധികം വീക്കാണ് എങ്കിൽ പോലും ഓക്കെ, സംവാട്ട് ഇങ്ങനെയാണ് ഇന്ത്യൻ മാപ്പ് ഇരിക്കുന്നത്. റെഡി ആണല്ലോ. സോ നമ്മൾ എവിടെ ഇരിക്കുന്നത്, മീൻസ് കേരള എവിടെയാണ്, ഇവിടെ. ഇതിന് നമ്മൾ പറയും സൗത്ത്. നമ്മൾ സൗത്തിലാണ് ഇരിക്കുന്നത്. ഇനി മുകളിലെ ആൾക്കാരെ നമ്മൾ പറയും നോർത്ത് ആണ് അവര്. ഓക്കെ,
സോ മുകളിൽ നോർത്ത് ആണ്, താഴെ സൗത്ത് ആണ്. ഇനി നിങ്ങൾ ISL ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ നോർത്ത് ഈസ്റ്റ് എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ്. അപ്പൊ വിച്ച് മീൻസ് ഈസ്റ്റ് ആണ് ഇത്. സോ നോർത്ത് ആയി, സൗത്ത് ആയി, ഈസ്റ്റ് ആയി, ഒബിയസ്ലി വെസ്റ്റ് എവിടെ ആയിരിക്കും? ഇങ്ങനെയായിരിക്കും. ഈ ഡയറക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതാണ് ഇതിന്റെ ഒരു ട്രിക്ക്. നോർത്ത് ഏതാ, സൗത്ത് ഏതാ, ഈസ്റ്റ് ഏതാ, വെസ്റ്റ് ഏതാ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. സോ നമ്മൾ ഇരിക്കുന്ന സ്ഥലം വിച്ച് മീൻസ് കേരള ഇരിക്കുന്ന എവിടെയാണ്? ഇന്ത്യയുടെ സൗത്തിലാണ്. ആൻഡ് മുകളിൽ എവിടെയാണ്? നോർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതെന്താണ്? നോർത്ത് ആണ്. പിന്നെ ഈ ഭാഗം ഈസ്റ്റ്, ഓഫ് കോഴ്സ് അടുത്ത ഭാഗം വെസ്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ വായിക്കാം. രാഹുൽ വാക്സ് 5 മീറ്റർ നോർത്ത്, ടേൺസ് ലെഫ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടി കഴിഞ്ഞാൽ മെന്റലി ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ്ലി പേപ്പർ എടുക്കുക, പെൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വരച്ചു നോക്കുക. സോ 5 മീറ്റർ നോർത്തിലോട്ട് പോയി, വിച്ച് മീൻസ് മുകളിലോട്ട് ഒരു 5 മീറ്റർ പോയി. ഇപ്പൊ ഇവിടെ എത്തിയിട്ട് ആള്. ഇനി ടേൺസ് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് ടേൺ ചെയ്ത് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? അങ്ങോട്ട്. സോ നോക്കാം. വാക്സ് 4 മീറ്റർ. അപ്പൊ എന്ത് ചെയ്തു? ഒരു 4 മീറ്റർ അങ്ങോട്ട് പോയി. എന്താ വരാത്ത്? വന്നു. റെഡിയാണ്. 5 മീറ്റർ മുകളിലോട്ട് പോയി, അഥവാ നോർത്തില്. പിന്നെ ലെഫ്റ്റ് എടുത്തു, അത് കഴിഞ്ഞിട്ട് 4 മീറ്റർ അങ്ങോട്ട് കടന്നു. ഇനി ടേൺസ് റൈറ്റ്. വീണ്ടും ഇവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആള് ഇനി മുകളിലായിട്ടായിരിക്കും പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് ഇതല്ലേ, ഇങ്ങോട്ടല്ല റൈറ്റ്. ഓക്കെ. അതെന്ത് ചെയ്തു? ആള് വീണ്ടും വാക്സ് 3 മീറ്റർ, 3 മീറ്റർ മുകളിലോട്ട് പോയി. ഇൻ വിച്ച് ഡിറക്ഷൻ രാഹുൽ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ ആയിരുന്നു? ഇവിടെ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ, എൻഡിങ് പോയിന്റ് ഇവിടെ. വിച്ച് മീൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലോട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ ഈ ഡയറക്ഷൻ എന്താ? നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ വിച്ച് മീൻസ് അതെന്താണ്? നോർത്ത് വെസ്റ്റ്. റെഡിയാണല്ലോ? ഇതിന്റെ നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇൻ ബിറ്റ്വീൻ വന്നു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ്. ഇതുപോലത്തെ ഡയറക്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്, അതാണ് നോർത്ത് വെസ്റ്റ്. സോ ആൻസർ എന്താ? നോർത്ത് വെസ്റ്റ്. നിങ്ങളുടെ ഓപ്ഷനകത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അല്ല ഓപ്ഷൻസിനകത്ത് ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ അത് നോർത്ത് ആണ്, താഴോട്ട് സൗത്ത് ആണ്, ഇങ്ങോട്ട് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന സ്ഥലം അത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ദെൻ ഇത് സൗത്ത് ഈസ്റ്റ് ആൻഡ് ഇത് സൗത്ത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ? നമ്മൾ പ്രൈമറി ആയിട്ട് എടുക്കുന്നത് നോർത്തും സൗത്ത് തന്നെയാണ്. ആൻഡ് സെക്കൻഡറി ആയിട്ട് വരുന്ന ഡയറക്ഷൻ നമ്മൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ട്രിക്കും മനസ്സിലാക്കി വിചാരിക്കുകയാണ്. സോ ഡ്രോ ദ പാത്ത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ ഓൾറെഡി അറിയുന്നതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? മെന്റലി ചെയ്യുന്നതിന് പകരം പേപ്പറിനകത്ത് വരച്ചു വെക്കുക. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി കഴിഞ്ഞാൽ മാത്രം. സോ അതായിരുന്നു ട്രിക്ക് 5. ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. ആൻഡ് ഇതെന്താണ്? ഇതേ ഡയറക്ഷൻ സെൻസിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഈ ട്രിക്ക്. സോ എ ബോയ് വാക്സ് 4 മീറ്റർ ഈസ്റ്റിലോട്ട് 4 മീറ്റർ പോയിട്ടുണ്ട്. ദെൻ 3 മീറ്റർ നോർത്ത്. അപ്പോൾ ഈസ്റ്റ് അങ്ങോട്ടാണ്, ഈസ്റ്റ് അങ്ങോട്ടാണ്. വിച്ച് മീൻസ് ഞാൻ ആദ്യം എന്ത് ചെയ്തു? 4 മീറ്റർ അങ്ങോട്ട് വെച്ചു. അത് കഴിഞ്ഞ ശേഷം 3 മീറ്റർ നോർത്ത്, 3 മീറ്റർ അങ്ങോട്ട് വെച്ചു. ഹൗ ഫാർ ഹി ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ഇവിടെ. എൻഡിങ് പോയിന്റ് എവിടെയാണ്? ഇവിടെ. ഈ ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വിച്ച് മീൻസ് ഈ ഡിസ്റ്റൻസ് എത്രയും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സെറ്റേഴ്സിന് ഒരു സ്പെസിഫിക് നമ്പേഴ്സ് എപ്പോഴും ഇഷ്ടം. അതാണ് പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ്. പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നിങ്ങൾ ആക്ച്വലി ഈ ക്വസ്റ്റൻ എങ്ങനെ സോൾവ് ചെയ്യാം? നിങ്ങൾക്ക് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് √4² + 3² ചെയ്തിട്ട് നിങ്ങൾക്ക് 5² കിട്ടും. 25ന്റെ റൂട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് 5 കണ്ടുപിടിക്കാം. ഇങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് 3ഉം 4ഉം ക്വസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 5 ആയിരിക്കും. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ 5, 12, 30 ഇതൊരു പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5ഉം 12ഉം വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി അടുത്ത നമ്പർ എന്തായിരിക്കും? 13 ആയിരിക്കും. ആൻഡ് 6, 8, 10 അത് അടുത്തൊരു പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ആൻഡ് 7, 24, 25, 8, 15, 17, 9, 12, 15. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനകത്ത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ടൈം എടുത്ത് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 3ഉം 4ഉം വന്നാൽ ഒബിയസ്ലി നിങ്ങൾക്ക് എന്താ ആൻസർ 5 ആയിട്ട് കിട്ടും. അതല്ല 6, 8 വന്നാൽ അടുത്ത നമ്പർ എന്തായിരിക്കും? 10 ആയിരിക്കും. സോ ഇതെന്താണ്? ക്വസ്റ്റ്യൻ സെറ്റേഴ്സിന് ഒരു ട്രിക്ക് അല്ലെങ്കിലും അവർ ഈ ടൈപ്പ് ഓഫ് പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. സോ നിങ്ങൾ ഈ ട്രാപ്പിനകത്ത് വിടാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെറിയ ടൈമിനകത്ത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്താണ് സില്ലോജിസം. സില്ലോജിസം എന്താ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കാം, എന്നിട്ട് ലോജിക്കിലോട്ട് വരാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓൾ കാറ്റ്സ് ആർ അനിമൽ. എല്ലാ കാറ്റും അനിമൽസ് ആണ്.
സം അനിമൽസ് ആർ പെറ്റ്, ചില അനിമൽസ് എന്താണ് പെറ്റാണ്. ആൻഡ് ക്യാൻ സം കാറ്റ് ബി പെറ്റ്സ്, അങ്ങനെയാണെങ്കിൽ കാറ്റിന് പറ്റാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചാണ്. മേ ബി ഇത് കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ഒക്കെ ആക്കാമായിരുന്നു. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം, യെസ് തന്നെയാണ് ആൻസർ. പക്ഷേ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാറ്റും അനിമലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ പെട്ടെന്നൊരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് അതിനകത്ത് അനിമൽസിന്റെ എ ഇട്ടിട്ടുണ്ട്, ഞാൻ ഫുൾ എഴുതുന്നില്ല, അനി എഴുതിയിട്ടുണ്ട്. ഇനി ഓൾ കാറ്റ്സ് ആർ അനിമൽസ്, എല്ലാ കാറ്റും അനിമൽസ്, വിച്ച് മീൻസ് കാറ്റ് നിങ്ങൾ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അനിമൽ സർക്കിളിൽ അകത്തിട്ട് കൊടുക്കുക. വിച്ച് മീൻസ് ഇപ്പോ ഈ വലിയ സർക്കിളിനകത്താണ് ചെറിയ സർക്കിൾ വരുന്നത്, അതെന്താണ്, കാറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായി, വലിയ സർക്കിളിനകത്താണ് ചെറിയ സർക്കിൾ വരുന്നത്. വിച്ച് മീൻസ് എല്ലാ കാറ്റും ഇപ്പൊ എന്താണ്, അനിമലാണ്. നിങ്ങൾ ആദ്യം അത് ഡ്രോ ചെയ്യാം. ഇനി ക്വസ്റ്റിനകത്ത് ഒരു ഇൻഫോർമേഷനും കൂടെ ഉണ്ട്, സം അനിമൽസ് ആർ പെറ്റ്, ചില അനിമൽസ് എന്താണ്, പെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേസിന് ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം, ഇതെന്താണ്, പെറ്റ്. അപ്പോ സം അനിമൽസ്, അപ്പൊ സം അനിമൽസ് പറഞ്ഞാൽ ഈ വലിയ സർക്കിൾ ഉണ്ട് അനിമൽസിന്റെ, അതിന്റെ കുഞ്ഞ പോർഷൻ എന്തായിട്ടുണ്ട്, പെറ്റിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രോ ചെയ്യാം, അതല്ലാണ്ട് എങ്ങനെ ഡ്രോ ചെയ്യാം, വീണ്ടും അനിമൽസ് വരയ്ക്കുന്നു, കാറ്റ്സ് ചെയ്യാൻ വരയ്ക്കുന്നു. വേണമെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം, എങ്ങനെ, ഈ ടൈപ്പിൽ. അപ്പൊ ഇതെന്താണ്, പെറ്റ്, ഇത് കാറ്റ്, ഇത് അനിമൽ. ഓക്കെ ആണല്ലോ. അപ്പൊ അനിമൽസിനകത്ത് കാറ്റ്സ് വന്നു, അപ്പൊ എല്ലാ കാറ്റും അനിമലാണ്. ഇനി സം അനിമൽസ് ആർ പെറ്റ്, വേണമെങ്കിൽ ഇങ്ങനെയും ഡ്രോ ചെയ്യാം. ഇപ്പൊ എന്താ, ചില അനിമൽസിന്റെ ഈ കുഞ്ഞ പോർഷൻ എന്താണ്, പെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ഡ്രോ ചെയ്തൂടെ, ആദ്യം ഞാൻ പെറ്റ് വരയ്ക്കുന്നു, ദെൻ അതിനകത്ത് അനിമൽസ് വരയ്ക്കുന്നു, അതിനകത്ത് കാറ്റ് വരയ്ക്കുന്നു. റെഡിയാണല്ലോ. സോ അപ്പൊ എന്തായി, ചില അനിമൽസ് എന്താണ്, സം അനിമൽസ് ആർ പെറ്റ്, ചില അനിമൽസ്, വിച്ച് മീൻസ് ഈ ഒരു പോർഷനകത്ത് വരുന്ന അനിമൽസ് എല്ലാം എന്താണ്, പെറ്റാണ്. അതുപോലെ കാറ്റ് ഒക്കെ എന്താണ്, അനിമൽ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെന്റ് കേസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി ക്വസ്റ്റൻ ആണ് ചോദിച്ചു, ക്യാൻ സം കാറ്റ്സ് ബി പെറ്റ്, ചില കാറ്റുകൾക്ക് പറ്റാൻ പറ്റുമോ, റെഡി അല്ലേ. അപ്പോ ഈ വലിയ സർക്കിൾ ഉണ്ട്, പെറ്റിന്റെ വലിയ സർക്കിൾ ഉണ്ട്, അതിനകത്താണ് എന്ത്, കുഞ്ഞ കാറ്റിന്റെ സർക്കിൾ വരുന്നത്. വിച്ച് മീൻസ് കാറ്റിന് എന്താകാം, പെറ്റാകാം. വിച്ച് മീൻസ് യെസ്, ദർ ഇസ് പോസിബിലിറ്റി, വേണമെങ്കിൽ ആകാം, അല്ലാണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ ഈ കേസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ കേസിനകത്ത് നിങ്ങൾക്ക് ആണ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒറ്റ കാര്യം തന്നെ പല പല ഡിഫറെന്റ് കേസിനകത്ത് വരച്ചു വെക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മെന്റലി ഈ സിറ്റുവേഷൻ ആലോചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ചിത്രം വെൻ ഡയഗ്രം എന്ന് പറയും നമ്മൾ, ഇതുപോലെ സർക്കിളിനകത്താക്കി ഓരോന്ന് വരയ്ക്കുക. ക്വസ്റ്റിനകത്ത് എന്താണോ പറഞ്ഞിട്ട് അതേ ഡാറ്റ നിങ്ങൾ വരച്ചു വെക്കുക. അതിന് ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും വരച്ചു വെക്കുക. നിങ്ങൾക്ക് ഫൈനലി ഒരു കൺക്ലൂഷൻ കിട്ടും, യെസ് 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 ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ ആണല്ലോ. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് ചിത്രം വരക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ചില സമയത്ത് മേ ബി കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അന്നേരം എന്ത് ചെയ്യുക, ഇതുപോലെ ചിത്രം വരച്ചു നോക്കുക. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, സില്ലോജിസം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നേരം നിങ്ങൾക്ക് ഈ വെൻ ഡയഗ്രം നിങ്ങൾ ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അതല്ലാണ്ട് ഇത് മെന്റലി ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. സോ ഇതാണ് ഇരുന്ന ട്രിക്ക്. സോ നെവർ സോൾവ് സില്ലോജിസം മെന്റലി, ആൾവേസ് ഡ്രോ ദ സർക്കിൾസ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ട്രിക്ക് 8 പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ക്ലോക്കിന്റെ മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ് 12:10, 12:10. 12:10 മിറർ ഇമേജ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്, വരയ്ക്കാനല്ല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, നിങ്ങൾ മിറർ ഇമേജ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഒരു ക്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 12:10 കഴിഞ്ഞാൽ നിങ്ങളുടെ ഹവർ ഹാൻഡ് ഇവിടെ ആയിരിക്കും, 12 കറസ്പോണ്ടിങ് ആയിട്ട്. ആൻഡ് നിങ്ങളുടെ മിനിറ്റ് ഹാൻഡ് ഇങ്ങോട്ടായിരിക്കും. ഇതാണ് 12:10. ഇനി ഇതിന്റെ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഒബിയസ്ലി എങ്ങനെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ഈ സൂചി ഒന്ന് ഇങ്ങോട്ട് ബാക്കോട്ട് വരും. അപ്പൊ നിങ്ങൾ മിറർ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. സോ ഇതെന്തായിരിക്കും, ഇത് 12 ഇവിടെ ഉണ്ട്, ഇവിടെ 11 ഉണ്ട്. സോ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11:50. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ഇതിന്റെ മിറർ ഇമേജ് എടുത്താൽ 11:50 കിട്ടും. പക്ഷെ ഇത് എല്ലാ സമയത്തും ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ വരച്ചു വെക്കുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മിറർ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 23:60 എന്ത് ചെയ്യുക, ഗിവൺ ടൈം മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി 12:10 ആണ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ 23:60 ഈ 12:10 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും.
സോ 0 6 മൈനസ് 1 എന്താണ് 5 ആണ്. 3 മൈനസ് 2 1 ആണ്. 2 മൈനസ് 1 1 ആണ്, വിച്ച് മീൻസ് 1150. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ വരച്ചു വെക്കുക എന്നുള്ളത് എന്താണ് എക്സാമിനകത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ വീണ്ടും പറയാണ്, ക്ലോക്കിനകത്ത് മിറർ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ വരച്ചു നോക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ സമയത്തും വരച്ചു നോക്കുക മേ ബി തെറ്റാം, ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ട് വരും, വീണ്ടും കൺഫ്യൂസിങ് ആക്കാം. അപ്പൊ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ കൺഫ്യൂസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2360 നിന്ന് നിങ്ങളുടെ ഏത് ടൈമാണോ കണ്ടുപിടിക്കേണ്ടത് അത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ അതായിരുന്നു മിറർ ഇമാജിന്റെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ കാലണ്ടർ എന്ന് വരുന്ന ദ കാലണ്ടർ ഓഫ് 2024 മാച്ചസ് വിച്ച് ഫ്യൂച്ചർ ഇയർ. അപ്പൊ 2024 ഫ്യൂച്ചറിൽ ഏത് ഇയറിലാണ് മാച്ച് ആവുന്ന പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഡെമോ ക്വസ്റ്റ്യൻ ഇട്ടാണ്. നിങ്ങൾക്ക് എക്സാമിനകത്ത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു ട്രാപ്പ് ഉണ്ടാവും. ഈ 2024 എന്തായിരിക്കും, മേ ബി അതൊരു ലീപ്പ് ഇയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലീപ്പ് ഇയർ ആണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പൊ ലീപ്പ് ഇയർ ചെക്ക് ചെയ്യാൻ ഇത്രേ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ 2024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ നിങ്ങൾ എല്ലാം കൂടെ ഡിവൈഡ് ചെയ്യുമൊന്നും വേണ്ട. നിങ്ങൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, അഥവാ 24. 24 നിങ്ങൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പോസിബിൾ ആണ്. എങ്ങനെയാണ് 24 6 into 4 ആണല്ലോ 24, വിച്ച് മീൻസ് 24 നിങ്ങൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ലീപ്പ് ഇയർ ആണ്. 2024 ലീപ്പ് ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലീപ്പ് ഇയേഴ്സ് എവറി 28 ഇയേഴ്സിനകത്ത് അത് ഈക്വൽ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2024 കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഇയർ പിന്നെ എപ്പോഴാണ് വരുന്നത്, 28 ഇയേഴ്സിന് ശേഷം. വിച്ച് മീൻസ് നിങ്ങൾ ഇതിനകത്തോട്ട് 28 ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഇയർ കിട്ടും. അതാണ് 2052. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2024 2052 കാലണ്ടർ ഒരുപോലെ ആയിരിക്കും. അതാണ് ചോദിച്ചത്. ദ കാലണ്ടർ ഓഫ് 2024 മാച്ചസ് വിച്ച് ഫ്യൂച്ചർ ഇയർ. അപ്പൊ 2024 2052 ആയിട്ട് എക്സാക്ട്ലി മാച്ച് ചെയ്യും. അതെന്താണ്, ലീപ്പ് ഇയറിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലീപ്പ് ഇയർ ആണ് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് 28 ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയർ കിട്ടും. സോ പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ലീപ്പ് ഇയർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റരുത്. അപ്പൊ 2024 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എന്താണ്, ലീപ്പ് ഇയർ ആണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അത് സെഞ്ചുറി ഇയർ ആണ്. അപ്പൊ നിങ്ങൾ ആ ട്രാപ്പിനകത്ത് വീഴരുത്. സെഞ്ചുറി ഇയർ 28 ഇയേഴ്സ് കൂടുന്ന സമയത്തൊന്നും റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ വരുന്ന പാറ്റേൺ ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ലീപ്പ് ഇയേഴ്സ് റിപ്പീറ്റ് എവറി 28 ഇയേഴ്സ്. ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, 28 ഇയേഴ്സ് കൂടുന്ന സമയത്ത് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വിച്ച് മീൻസ് 2024 എക്സാക്ട് കലണ്ടർ ആയിരിക്കും ആർക്ക് ഉണ്ടാവുന്നത്, 2052 ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. സോ ട്രിക്ക് നമ്പർ 9 ആണ്. ഒരു ട്രിക്കും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിർത്താം. സോ ലാസ്റ്റ് ട്രിക്ക് ആണ് ഇത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത്, എ ക്യൂബ് ഈസ് കട്ട് ഇൻടു 64 ഈക്വൽ സ്മാൾ ക്യൂബ്. ഒരു വലിയ ക്യൂബ് ഉണ്ടായിരുന്നു. ക്യൂബ് എന്താ, ക്യൂബ് ഞാൻ വരയ്ക്കാം, അത്രയും നല്ല ആളൊന്നുമല്ല, ബേബി കാണിച്ചു തരാം. സോ ഇതാണ് ക്യൂബ്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ക്യൂബിനെ കട്ട് ചെയ്തിട്ട് 64 ക്യൂബ്സ് ആക്കി മാറ്റുന്നു. ഈക്വൽ സൈസ്ഡ് 64 ഈക്വൽ സൈസ്ഡ് ക്യൂബ്സ് ആക്കിയിട്ട് നിങ്ങൾ ഈ വലിയ ക്യൂബിനെ കുഞ്ഞ 64 ക്യൂബ്സ് ആക്കിയിട്ട് ഈക്വലി കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ മെനി കട്ട്സ് ആർ റിക്വയർഡ്. നിങ്ങൾ എത്ര തവണ കട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് മെന്റൽ എബിലിറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്യൂബിനകത്തുനിന്ന്. ഇതിന്റെ ട്രിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇതല്ല, പോസിബിൾ അല്ല. നിങ്ങൾക്ക് എക്സാമിനകത്ത് വരച്ച് നോക്കുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ അതിനെന്തെങ്കിലും നിങ്ങൾ ചെയ്യാം, ഇത്രേ ഉള്ളൂ. കട്ട് ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് -1 into 3. അപ്പൊ ക്യൂബ് റൂട്ട് എടുക്കുക. അപ്പൊ എത്ര പീസ് വേണം, 64. അപ്പൊ 64ന്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് എന്താണെന്ന് അറിയാലോ, അതെന്താണ്, 4 ആണ്. വിച്ച് മീൻസ് ഞങ്ങൾക്ക് 4 into 4 ആണ് 64. അങ്ങനെയാണെങ്കിൽ 64ന്റെ ക്യൂബ് റൂട്ട് എന്താണ്, 4 ആണ്. ഓക്കെ ആണല്ലോ. കഴിഞ്ഞില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ക്യൂബ് റൂട്ട് അതിനകത്തുനിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി, 3 കിട്ടി. ഈ 3നകത്തോട്ട് വീണ്ടും 3 മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് എത്ര കട്ട് വേണം, 64 പീസ് ആക്കിയിട്ട് ഒരു വലിയ ക്യൂബിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം 9 കട്ടാണ് ചെയ്യേണ്ടത്. സോ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം ക്യൂബ് റൂട്ട് എടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് 1 കുറയ്ക്കുക, ആൻഡ് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്യൂബ് റൂട്ട് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ 10 ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ട്രിക്കിനകത്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ആക്ച്വൽ ലോജിക് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ആൻഡ് അടുത്തൊരു കാര്യം, എത്ര തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ ടോപ്പ് ആയിട്ട് എക്സ്പെർട്ട് ആയി വരും.
സോ NSMCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്യാഷ് അവാർഡ്സ് ഒക്കെ നിങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ടോപ്പിനകത്ത് വരിക. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും നമുക്ക് ഇതുപോലെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അവരകത്തൊക്കെ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 12.5 lakhs സ്കോളർഷിപ്പും ക്യാഷ് പ്രൈസും ഒക്കെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഒരിക്കലും ഒരു സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കരുത് നിങ്ങൾ NSMCന്റെ എക്സാം എഴുതേണ്ടത്. നിങ്ങൾ ഇത് ഫ്യൂച്ചറിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതേണ്ടി വരും. സോ അന്നേരം ഇത് നിങ്ങളൊരു പ്രാക്ടീസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സോ അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. സോ 10 ട്രിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഈ ട്രിക്സ് നിങ്ങൾക്ക് NSMCയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇനി ഫ്യൂച്ചറിനകത്തും വരാം. സോ അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിക്സ് ആണ് പറഞ്ഞു തന്നത്. സോ ഇനിയും ഒരുപാട് ട്രിക്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന കുറേ എക്സ്പീരിയൻസിനകത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും ടോപ്പ് ആയിട്ട് നിങ്ങൾ വരെയായിരിക്കും. സോ താങ്ക് യു. ഇനിയും വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.